ഈ വീഡിയോയിൽ ഈ പയ്യൻ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് നല്ല ശക്തമായിട്ട് ബ്രത്ത് എടുത്തിട്ട് അതിനുശേഷം മസിൽ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. പെട്ടെന്ന് ഇതിന് ശേഷം അദ്ദേഹം തലകറങ്ങി അങ്ങ് വീഴുകയാണ്. പിന്നീട് കണ്ടൊരു വീഡിയോ ആണ്, ഒരാൾ ജിമ്മിൽ ഹെവി ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു, നല്ല വെയിറ്റ് ഒക്കെ ഇട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം നിൽക്കാൻ പറ്റുന്നില്ല, നേരെ തറയിലേക്ക് വീഴുന്നു, തലയിടിക്കുന്നു. എന്താണ് ഇതിന് ശരിക്കും സംഭവിച്ചത്? നമ്മൾ ഈ ശക്തമായിട്ട് ഈ ഒരു പോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ ഇൻട്രാതൊറാക്സിക് പ്രഷർ കൂടും, അതായത് നെഞ്ചിനകത്തുള്ള പ്രഷർ കൂടും. അതുവഴി ഹേർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നത് കുറയുകയും കാർഡിയാക് ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഒരു മിനിറ്റിൽ ഹേർട്ട് പമ്പ് ചെയ്യേണ്ട ബ്ലഡിന്റെ അളവ് കുറയുകയും അതുവഴി BP കുറയുകയും നമ്മുടെ തലച്ചോറിലേക്ക് ബ്ലഡ് എത്തുന്നത് കുറയുകയും ചെയ്യുന്ന വഴിയാണ് ഈ തലചുറ്റലും കാര്യങ്ങളും ഉണ്ടാവുന്നത്. തലച്ചോറിലേക്ക് ബ്ലഡ് കുറയുമ്പോഴത്തേക്കും നമ്മൾ ആകെ ബ്ലാക്ക് ഔട്ട് ആവുകയും അങ്ങനെ നിലത്ത് വീഴുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് സിങ്കോപ്പ്. ഇതൊരു നോർമൽ കണ്ടീഷൻ ആണ്. അങ്ങനെ വീഴുന്ന ഒരാളെ പെട്ടെന്ന് വലിച്ചെടുത്ത് നേരെ നിർത്താൻ നോക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. വീണയാളെ നേരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലേക്ക് കിടത്തുക, കാല് രണ്ടും ഒന്ന് റേസ് ചെയ്ത് വെക്കുക. ചെയ്യുന്ന വഴി തലച്ചോറിലേക്ക് ബ്ലഡ് എത്തുകയും ആള് കോൺഷ്യസ് ആവുകയും ചെയ്യും.